കോളേജ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രമുഖ ബിസിനസ്മാൻ ഡെന്നി എബ്രഹാം ഡാനിയൽ അറസ്റ്റിൽ. അവൻ്റെ പേരോട് കൂടിയ തലക്കെട്ടുകൾ വാർത്തയിൽ ആകമാനം മുഴങ്ങിക്കേട്ടു. ചാച്ചാ, എൻ്റെ ചാച്ചൻ അങ്ങനെ ചെയ്യില്ല. എൻ്റെ ചാച്ചൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ കള്ളവാ മമ്മി. നമ്മുടെ ചാച്ചൻ അങ്ങനെ ചെയ്യുമോ മമ്മി? പറയ്. അവൾ ടി വിയിൽ തെളിഞ്ഞു കാണുന്ന അവൻ്റെ ഫോട്ടോയിൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ അവരൊരു ഉത്തരവും നൽകാതെ അവൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോളെ ഡോണ, മോളിങ്ങനെ കരയാതെ. നമ്മുടെ ഡെന്നി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്കറിയാലോ. ഇത് ഡെന്നിയുടെ ശത്രുക്കൾ മനഃപൂർവ്വം ചെയ്തതാ. അവനെ നമ്മുടെ സാമങ്ങൾ നാളെ ജാമ്യത്തിലിറക്കും. അതിനുവേണ്ടി എത്ര പണം ചിലവാക്കേണ്ടി വന്നാലും നമ്മൾ ചിലവാക്കും. മോള് കരയാതിരിക്കുക. മോള് വേണ്ടേ മമ്മിയെ സമാധാനിപ്പിക്കാൻ? അവളുടെ അടുത്തിരിക്കുന്നവൻ അവളുടെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. എന്നാലും എന്തിനാ ചാച്ച നമ്മുടെ ചാച്ചനെ? അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടി ആശ്വസിപ്പിച്ചു. ഡെന്നി എബ്രഹാം ഡാനിയൽ, പേര് കേട്ട ബിസിനസ്മാൻ. പപ്പ ഡാനിയലിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടു പോരുന്നത് ഡെന്നിയായിരുന്നു. കുഞ്ഞുനാൾ മുതലേ ബിസിനസ്സിനോട് വാസനയുള്ളതുകൊണ്ടും പപ്പയുടെ ബുദ്ധിയും കഴിവും അവന് കിട്ടിയിരിക്കുന്നതും കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അവൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ദ യങ് ബിസിനസ്മാൻ. അങ്ങനെയാണ് ബിസിനസ് സാമ്രാജ്യത്തിൽ അവന് മറ്റുള്ളവർ നൽകിയിരിക്കുന്ന പേര്. ഡാനിയൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഡെന്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഡാനിയൽ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അതിനുശേഷം മമ്മി റോസമ്മ ആകെ വല്ലാതെയായിരുന്നു. പിന്നെ മക്കൾ 3 പേരും അവരെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ട് പോകെ പോകെ അവർ ആ വേർപാടിൽ നിന്നും കരകയറി. ഡെന്നിക്ക് 2 സഹോദരങ്ങളാണ്. ഡെന്നിക്ക് നേരെ താഴെ ഡേവി എബ്രഹാം ഡാനിയൽ. അവനും ബിസിനസ്സിൻ്റെ പുറകെ തന്നെയാണ്. അവന് താഴെ അവർക്ക് 2 പേർക്കും ഒരേ ഒരു കുഞ്ഞി പെങ്ങൾ ഡോണ എലിസബത്ത് ഡാനിയൽ. ആങ്ങളമാരുടെ പുന്നാര അനിയത്തിക്കുട്ടി. 2 ആങ്ങളമാരും അവളെ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. എങ്കിലും അവൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം അവളുടെ വലിയ ചാച്ചനായ ഡെന്നിയോടാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഡെന്നിയാണ് അവൾക്ക് ഒന്നും നോക്കാതെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നത്. ഡേവി സാധിച്ചു കൊടുക്കുമെങ്കിലും അത് 100 വട്ടം ഉപദേശിച്ചിട്ടായിരിക്കും. ഡേവി ഒരു ഉപദേശിയാകേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അവൾ എപ്പോഴും കളിയാക്കും. എത്രയൊക്കെ സ്നേഹമാണെന്ന് പറഞ്ഞാലും 2 ആങ്ങളമാരെയും അവൾക്ക് പേടിയാണ്. ഡെന്നിയും ഡാനിയും ദേഷ്യപ്പെട്ടെന്ന് നോക്കിയാൽ അവിടെ നിന്ന് കരയാൻ തുടങ്ങും അവളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഡെന്നിയും ഡേവിയും ഏകദേശം ഒരേ ശരീരപ്രകൃതം ഒക്കെ ആണെങ്കിലും ഡെന്നിക്ക് കുറച്ചുകൂടി വണ്ണമുള്ള ശരീരമാണ്. ഡേവിയും ഉരുട്ടിക്കയറ്റി വെച്ച ശരീരമാണെങ്കിലും അവന് ഡെന്നിയേക്കാൾ കുറച്ചുകൂടി നീളമുണ്ട്. ഡോണയ്ക്കും അത്യാവശ്യം വണ്ണവും നീളമൊക്കെ ഉണ്ട്. ഒരു സുന്ദരി കുട്ടിയാണ് ഡോണ. ചുരുണ്ട മുടിയായിരുന്നു അവൾക്ക്. എന്നാൽ കോളേജിൽ കയറിയപ്പോൾ ആങ്ങളമാരെ സോപ്പിട്ട് അവൾ മുടിയങ്ങ് സ്മൂത്ത് ചെയ്തിട്ടു. ഇപ്പം നല്ല ഭംഗിയാണ്. ഇപ്പോൾ പണ്ടത്തെക്കാളും അവൾ സുന്ദരിയായിട്ടുണ്ട്. വൈശു, എടി വൈശു, ഇങ്ങോട്ട് വന്നേ, ഓടി വാ. ടി വിയിൽ നോക്കി അവൾ ഞെട്ടലോടെ അവളെ വിളിച്ചു. കുറച്ച് നീളവും അതിനൊത്ത് വണ്ണവും ഉള്ളവൾ. ഇടത് കവളിന് താഴെയായി ചെറിയൊരു കാക്കപ്പുള്ളി. ഒരു സ്കേർട്ട് ടോപ്പുമാണ് വേഷം. കണ്ണുകൾ എഴുതി പൊട്ടും തൊട്ട് ടി വിക്ക് മുൻപിലിരുന്ന അവൾ വൈശുവിനെ നീട്ടി വിളിച്ചു. എന്താടി, എന്തിനാ അലറി കൂവുന്നത്? ഫാൻ ഓഫ് ചെയ്യാനാണോ? അവൾ കപടദേഷ്യത്തോടെ അവളോട് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അവൾ ഇട്ടിരിക്കുന്ന സെയിം കളർ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് അവളും ധരിച്ചിരുന്നത്. അവളെപ്പോലെ തന്നെ ഇരിക്കുന്ന അവളുടെ ഇരട്ടി സഹോദരിയാണ് വൈശു. 2 പേരും തനി പകർപ്പുകൾ. ഒറ്റ നോട്ടത്തിൽ അവരെ കണ്ട എക്സാക്റ്റ് ഫോട്ടോ കോപ്പി. അങ്ങനെയാണ് അവർ 2 പേരും. വൈകിയും വൈഷ്ണവി എന്ന വൈശുവും അഡ്വക്കേറ്റ്സായ സാമിൻ്റെയും ലക്ഷ്മിയുടെയും മക്കളാണ്. പേര് കേട്ടാൽ അറിയാലോ, 2 പേരും ലവ് മാരേജ് ആയിരുന്നു. കുട്ടികളെ ലക്ഷ്മിയുടെ മതത്തിൽ വളർത്തിയാൽ മതിയെന്ന് സാം പറഞ്ഞതുകൊണ്ട് അവർ വൈകിയും വൈശുവുമായി. പക്ഷേ നമ്മുടെ പിള്ളേർക്ക് ജാതിയും മതമൊന്നുമില്ല. അവർ ഞായറാഴ്ച പള്ളിയിലും പോകും, അല്ലാത്ത ദിവസം അമ്പലത്തിലും പോകും. ഡെന്നിയുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അവരുടെ വീട്. 2 കുടുംബവും ഫാമിലി ഫ്രണ്ട്സാണ്. അവർക്ക് ഡെന്നിയും ഡേവിയും സഹോദരങ്ങളെ പോലെയാണ്. അതല്ല എടി, ഇത് നോക്കിക്കേ, ഡെന്നി ചേട്ടൻ. അവൾ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളും ടി വിയിലേക്ക് നോക്കി. അവൻ്റെ പേരും വാർത്തയും കണ്ട് അവൾ ഞെട്ടി. വൈക, ഇതെങ്ങനെ? ഡെന്നി ചേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, അവൾ ഞെട്ടലോടെ പറഞ്ഞു. അതാ എനിക്കും അറിയാത്തത്. ആരായിരിക്കും ആ പെൺകുട്ടി? എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ? ചേട്ടനത് ചെയ്യില്ലെന്ന് ഉറപ്പാണ്. പിന്നെ എന്തിനായിരിക്കും? അവൾ ആവലാതിയോടെ വൈശുവിനെ നോക്കി ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വൈക പേടിയോട് പറഞ്ഞു. നീ ആ കതക് പൂട്ടിയിട്ട് വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വൈശു വൈകിയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അവർ പോകാനായിട്ട് ഇറങ്ങി. അയ്യോ, ഫോൺ എടുത്തില്ല.
വൈഗ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും എടുത്തിട്ടില്ല. വൈശുവും പറഞ്ഞു. നിക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. വൈശു പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഫോൺ എടുക്കാനും അതിലൊരു 10 മിസ് കോൾ ഉണ്ടായിരുന്നു. ആ പേര് കണ്ടതും അവൾ വൈഗയുടെ ഫോണിൽ നോക്കി. അവളുടെ ഫോണിലും കുറേ മിസ് കോൾ ഉണ്ടായിരുന്നു. ശ്രീയാണല്ലോ, ഇവളെന്താ ഇത്ര അത്യാവശ്യപ്പെട്ട് വിളിച്ചത്? അവൾ സ്വയം ചോദിച്ചുകൊണ്ട് ഫോണുമായി ഇറങ്ങി. എടി, ശ്രീ വിളിച്ചിരിക്കുന്നു, കുറേ മിസ് കോൾ ഉണ്ട്, നീ ഒന്ന് വിളിക്ക്, ഞാൻ ഈ ഡോറൊന്ന് ലോക്ക് ചെയ്യട്ടെ. വൈശു ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഡോർ ലോക്ക് ചെയ്തു. വൈഗ അവളുടെ നമ്പറിലേക്ക് കോളും ചെയ്തു. ഹലോ ശ്രീ, എന്തു പറ്റി? എന്തിനാ വിളിച്ചത്? അവൾ സംശയത്തോട് ചോദിച്ചതും മറുവശത്ത് നിന്നും അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വൈഗ ഞെട്ടി. എന്താ എന്താ നീ പറഞ്ഞേ? നേഹ പീഡിപ്പിക്കപ്പെട്ടുവെന്നോ? അവൾ ഞെട്ടലോട് ചോദിച്ചു. മറുവശത്ത് നിന്നും അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവൾ ഞെട്ടലോടെ കേട്ടു നിൽക്കുകയായിരുന്നു. ഇല്ല ശ്രീ, ഡെന്നിച്ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ. ഞങ്ങൾക്കറിയാം ചേട്ടനെ. നീ വെറുതെ അന്നത്തെ പ്രശ്നം വെച്ചിട്ട് ചേട്ടൻ അങ്ങനെയാണെന്ന് കരുതരുത് ശ്രീ. ചേട്ടൻ അങ്ങനെ ചെയ്യില്ല. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഫോൺ കട്ടായി. വൈഗ തിരിച്ചവളെ എത്ര വിളിക്കാൻ ശ്രമിച്ചിട്ടും ഫോൺ ഓഫായിരുന്നു. എന്താടി? ഞെട്ടി നിൽക്കുന്ന വൈഗയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വൈശു ചോദിച്ചു. എടി, നമ്മുടെ നേഹയാ ഡെന്നിച്ചേട്ടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. വാർത്തയെ പറഞ്ഞ പെൺകുട്ടി അത് നേഹയാ. വൈഗ പറഞ്ഞതും വൈശു ഞെട്ടി. എന്ത്? നേഹയോ? പക്ഷേ എങ്ങനെ? നേഹയെ ഡെന്നിച്ചേട്ടന് അറിയാവുന്നതല്ലേ? അവർ തമ്മിൽ ഇനി അങ്ങനെ എന്തെങ്കിലും? അവൾ സംശയത്തോട് ചോദിച്ചു. ഒന്നും അറിയില്ലടി. ശ്രീ കണ്ടു എന്നാ പറയുന്നത്. അവരെ ഹോട്ടൽ റൂമിൽ വെച്ച് ശ്രീ കണ്ടുന്ന്. നേഹയെ ബോധം കെടുത്തിയാണ് ചേട്ടൻ. പക്ഷെ ചേട്ടൻ അങ്ങനെ ചെയ്യുവോടി, അതും അവളെ? വൈഗ സംശയത്തോട് ചോദിച്ചു. ഇപ്പോൾ ശ്രീ എന്താ പറയുന്നത്? അവർ ഇപ്പോൾ എവിടെയാ? വൈശു അവളോട് ചോദിച്ചു. അവൾ ഹോസ്പിറ്റലിൽ നേഹയുടെ കൂടെയുണ്ട്. പക്ഷെ അവൾ ഡെന്നിച്ചേട്ടനെതിരെ സാക്ഷി പറയാൻ പോകുക. അന്നത്തെ ദേഷ്യം അതിപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. അവൾ നാളെ ചേട്ടനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചേട്ടനെതിരെ സാക്ഷി പറയുമെന്ന് വൈഗ പറഞ്ഞു. ഇവൾ എന്തൊക്കെയായി കാണിക്കാൻ പോകുന്നത്? അതും ഡെന്നിച്ചേട്ടനെതിരെ. അങ്ങേര് വാശിയും ദേഷ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. വൈശു പേടിയോടെ പറഞ്ഞു. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ശ്രീയുടെ കാര്യം നമുക്ക് അറിയാവുന്നതല്ലേ. എടുത്തുചാട്ടം കൊണ്ട് എന്നും അവൾ പണി ഇരുന്ന് വാങ്ങിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് നേഹയുടെ കാര്യത്തിൽ അവൾക്കത് കുറച്ച് കൂടുതലാണ്. നമ്മുടെ ഫാമിലി പോലെയല്ലേ അവരുടെ ഫാമിലിയും. കുഞ്ഞുനാൾ മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നതല്ലേ അവർ. അവരിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും മറ്റേയാൾക്കാണ് വേദനിക്കുന്നത്. നമ്മൾ ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ചെങ്കിൽ അവർ 2 അമ്മമാരുടെ വയറ്റിൽ ജനിച്ചു. അത്രയുള്ളൂ വ്യത്യാസം. വൈഗ പറഞ്ഞതും വൈശു അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. തൻ്റെ മുൻപിൽ കണ്ണടച്ച് കിടക്കുന്നവളുടെ നെറുകയിൽ അവൾ തലോടിക്കൊണ്ടേയിരുന്നു. ഞാൻ സാക്ഷി പറയും നേഹ. അവനിനി എത്ര കൊമ്പത്തെ രാജാവാണെങ്കിലും അവനെതിരെ ഞാൻ സാക്ഷി പറയും. നിന്നെ വേദനിപ്പിച്ച് നശിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ മറ്റൊരിടത്ത് അവളടിച്ച കവളിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞ വാക്കുകൾ ഓർത്തു. മിസ്റ്റർ ഡെന്നി എബ്രഹാം ഡാനിയൽ, നീ ചെവി തുറന്ന് കേട്ടോ. നിനക്കെതിരെ സാക്ഷി പറയാൻ നാളെ കോടതിയിൽ ഞാനുണ്ടാകും. ശ്രീഭദ്രയാണ് പറയുന്നത്. അവളുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ മുഴുകി കേട്ടു. എനിക്കെതിരെ സാക്ഷി പറയാൻ നീ നാളെ കോടതിയിൽ വന്നാൽ നിനക്ക് പിന്നെ എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാകില്ല ഭദ്രേ. ഡെന്നിയാണ് പറയുന്നത്. നീ അനുഭവിപ്പിക്കും ഞാൻ. നിന്റെ ഈ കാര്യം അറിയാതെയുള്ള എടുത്തുചാട്ടത്തിന് വിലയായിട്ട് നിന്റെ ജീവിതം തന്നെ എനിക്ക് തരേണ്ടി വരും ഭദ്രേ. കോടതിയിൽ നിന്നും ഞാൻ ഇറങ്ങിയിരിക്കും നാളെ തന്നെ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ കൗണ്ട് ഡൗൺ ആണ് ഭദ്രേ. നിന്റെ ജീവിതം മാറി മറിയുന്ന കൗണ്ട് ഡൗൺ. അവൻ്റെ കണ്ണുകളിൽ പക ആളിക്കത്തി. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ ദേഷ്യത്തോടെ കൈകൾ ഭിത്തിയിലേക്ക് ഇടിച്ചു. ഡെന്നി, എന്താ നിന്റെ തീരുമാനം? പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് 2 പേർ വന്നുകൊണ്ട് ചോദിച്ചു. അതിലൊരാൾ നല്ല ഹൈറ്റും അതിനൊത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ബോഡിയും നല്ല കട്ടി മീശയും താടിയുമുള്ളൊരു സുന്ദരൻ ചെറുപ്പക്കാരൻ. അതാണ് ഡെന്നിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളായ ജോൺ. മറ്റേത് ഇവരെപ്പോലെ ഹൈറ്റ് എത്രയില്ലെങ്കിലും ആവശ്യത്തിന് ഹൈറ്റും അതിനൊത്ത് വണ്ണവും വെട്ടിയൊതുക്കിയ താടിയും മീശയുമുള്ള ആളാണ് സോബിൻ എന്ന സോബി. കുഞ്ഞുനാൾ മുതലേ ഡെന്നിയുടെ ഇടവും വലവും നിൽക്കുന്നതാണ് ഇവർ 2 പേരും. ജോൺ ഒരു കോളേജ് അധ്യാപകനാണ്. അവനതാണ് ഇഷ്ടവും. അവൻ പഠിപ്പിക്കുന്ന കോളേജിലാണ് ഡോണ പഠിക്കുന്നത്. സോബിൻ ഡെന്നിയുടെ ഓഫീസിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ മാനേജറാണ്. അവർ 2 പേരും അവൻ്റെ ഇടവും വലവും നിന്നു. ഞാനെന്ത് തീരുമാനിക്കാൻ? സാമങ്ങൾ നോക്കട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അവരെ 2 പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ ഡെന്നി, എന്താ ഉണ്ടായത്? സോബി അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും ഡെന്നി നടന്ന കാര്യങ്ങൾ ഓർത്തു. പിന്നെ അത് ഇരുവരോടും പറയാൻ തുടങ്ങി. വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ. വീട്ടിലേക്ക് പോകുന്ന വഴി വെച്ച് ഒരു പെൺകുട്ടി എൻ്റെ കാറിന് കൈ കാണിച്ചു. അപ്പോഴേക്ക് നേരെ ഇരുട്ടി തുടങ്ങിയത് കൊണ്ട് ഞാൻ വണ്ടി നിർത്തി.
അപ്പോഴാണ് ആ കുട്ടി 2 വളവിനപ്പുറമാണ് താമസിക്കുന്നതെന്നും നടന്നു പോകുന്ന വഴിയിൽ ആരോ കുറച്ച് പേര് അവളെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നിയെന്നൊക്കെ എന്നോട് പറഞ്ഞു. പെൺകുട്ടിയല്ലേ, അതും വണ്ടി നിർത്തിയിട്ട് കാര്യം അറിഞ്ഞപ്പോൾ ആ കുട്ടി ഒറ്റയ്ക്ക് വിടുന്നത് മോശമല്ലേന്ന് കരുതി ഞാൻ അവളോട് കാറിൽ കയറാൻ പറഞ്ഞു. അവൾ പേടിയില്ലാതെ തന്നെ എൻ്റെ കാറിലേക്ക് കയറി. കുറച്ച് കഴിഞ്ഞതും അവൾ ബാഗിൽ നിന്ന് എന്തോ ഒരു പൊതിയെടുത്ത് എനിക്ക് നേരെ നീട്ടി. എള്ളുണ്ട പോലെ എന്തോ ഒരു സാധനമായിരുന്നു അത്. ഞാൻ വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും ആ പെൺകുട്ടി കേട്ടില്ല. അവളുടെ അമ്മ വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുത്തു വിട്ടതാണെന്നൊക്കെ എന്നോട് പറഞ്ഞതും ഞാൻ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞത് എനിക്ക് തലയ്ക്കെന്തോ മന്ദത പോലെ തോന്നി. മുമ്പിൽ റോഡൊക്കെ മങ്ങുന്നത് പോലെ. ഞാൻ ബോധം പോകുന്നതിന് മുൻപേ തന്നെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ എങ്ങനെയാ നേഹ നിന്റെ കൂടെ? ജോൺ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല. ഞാൻ പിന്നെ രാവിലെയാണ് കണ്ണു തുറന്നത്. ഞാൻ എഴുന്നേറ്റപ്പോൾ ഏതോ ഹോട്ടൽ റൂമിലാണ്. തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം പോലെ തോന്നി. എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡ്രസ്സൊന്നും ശരീരത്തിലില്ലെന്ന് മനസ്സിലായത്. അപ്പോഴേക്കും ആരോ കതക് തുറന്ന് കയറി വന്നു. നോക്കിയപ്പോൾ ഭദ്രയാണ്. ഇവളെന്താ ഇവിടെ എന്നുള്ള ചിന്തയിൽ നിന്നപ്പോഴാണ് അവൾ എന്നെ നോക്കിയതിന് ശേഷം എൻ്റെ മറു സൈഡിലേക്ക് നോക്കുന്നത് കണ്ടത്. അവിടേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും അങ്ങോട്ടേക്ക് നോക്കിയത്. അപ്പോൾ എൻ്റെ അടുത്ത് നേഹയായിരുന്നു. അവളാണെങ്കിൽ മയക്കത്തിലും. അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളടാ. നേഹ എങ്ങനെ എൻ്റെ അടുത്ത് വന്നെന്നും എന്താണ് ആ രാത്രി സംഭവിച്ചതെന്നും എനിക്കറിയില്ല. നേഹയുടെ കവിളും മറ്റും മുറിഞ്ഞിരിക്കുകയായിരുന്നു. അതൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ച ഭദ്ര ഞാനാണ് അവളെ അങ്ങനെ ചെയ്തതെന്ന് വിശ്വസിക്കുകയായിരുന്നു. ഞാൻ സത്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ പറയുന്നതിന് മുൻപേ തന്നെ അവളുടെ പുറകെ പോലീസുകാരും വന്നിരുന്നു. എനിക്ക് ആകെ ദേഷ്യം വന്നു. പോലീസുകാരോടും ഞാൻ ആകുന്നത് പറയാൻ ശ്രമിച്ചു. അവരും കൂടി കേൾക്കാതെ വന്നപ്പോൾ ഞാനും അവരും തമ്മിൽ വാക്കുതർക്കമായി. അവസാനം ഞാൻ പറഞ്ഞു, സാക്ഷിയോ തെളിവോ ഇല്ലാതെ നീയൊക്കെ എന്ത് ചെയ്യാനാണെന്ന്. അപ്പോഴാണ് ഭദ്ര എന്നെ തല്ലിയത്. എനിക്കെതിരെ സാക്ഷി പറയാൻ നാളെ കോടതിയിൽ വരുമെന്ന് എൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു. അവൻ എന്തോ ആലോചിച്ചതുപോലെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇതിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അങ്ങോട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഭദ്ര, അവൾ എന്തിനായിരിക്കും ഇങ്ങനെ സത്യം അറിയാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നത്? ജോൺ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. അവളല്ലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ലല്ലോ. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു, ഭദ്ര നാളെ എനിക്കെതിരെ കോടതിയിൽ സാക്ഷി പറയുകയാണെങ്കിൽ പിന്നെ അവളുടെ മുൻപോട്ടുള്ള ജീവിതം തീരുമാനിക്കുന്നത് ഈ ഡെന്നി എബ്രഹാം ഡാനിയൽ ആയിരിക്കും. അവൻ ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖത്തോടുകൂടി അവരോട് പറഞ്ഞു. അവർക്കും എന്തുകൊണ്ടോ ഭദ്രയോട് ദേഷ്യം തോന്നിയിരുന്നു. അവളുടെ എടുത്തു ചാടിയുള്ള പെരുമാറ്റം ആർക്കും അത്ര ഇഷ്ടമല്ലായിരുന്നു. എടാ, വീട്ടിൽ മമ്മിയും ഡോണും മോളും അവരുടെ കാര്യം ഓർത്തതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയില്ലടാ, നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. സോബി അവനെ നോക്കി പറഞ്ഞതും അവൻ വിഷമത്തോടെ തലയാട്ടി. നീ എന്തിനാ വിഷമിക്കുന്നത്? നീ അങ്ങനെ ചെയ്യില്ല എന്ന് നിന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ നീ അതൊന്നും ഓർത്ത് ടെൻഷനാകണ്ട. സത്യങ്ങൾ എന്തായാലും പുറത്തു വരും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ജോൺ അവനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. മതി, കുറേ നേരം ആയല്ലോ. അത് പ്രതിയാണ്, ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവനെ എല്ലാവരും ബഹുമാനിക്കുന്നത് കൊണ്ട് നാളെ എൻ്റെ തൊപ്പി തെറിക്കേണ്ടെന്ന് കരുതിയാ ഇത്രയെങ്കിലും പരിഗണന തന്നത്. ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും ഡെന്നി ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. സർ, ഇവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് സാറല്ല, കോടതിയാണ്. അത് അവർ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം മതി സാറിൻ്റെ ഈ പ്രതി എന്നുള്ള വിളി. അത് കേട്ട് ദേഷ്യം വന്ന സോബി അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് അയാളൊന്നും മിണ്ടിയില്ല. എടാ, ഞങ്ങൾ പുറത്തു കാണും, ജോൺ അവനെ നോക്കി പറഞ്ഞതും ഡെന്നി തലയാട്ടി. അവർ രണ്ടുപേരും ആ പോലീസുകാരനെ ഒന്നും കൂടി നോക്കിയിട്ടിറങ്ങി. അയാൾ പുച്ഛത്തോടെ ഡെന്നി ഒന്ന് നോക്കിയിട്ട് അയാളുടെ സീറ്റിലേക്ക് പോയിരുന്നു. അങ്ങനെ ഒരു വെടിക്ക് 3 കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അല്ലേ മോനെ? അയാൾ ചിരിച്ചുകൊണ്ട് തൻ്റെ മുൻപിലിരുന്ന് മദ്യത്തിൻ്റെ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിക്കുന്നവനെ നോക്കി പറഞ്ഞു. അതിനവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഞാൻ അവളുടെ കൂട്ടുകാരിയുടെ ദേഹത്ത് ഒന്ന് തൊട്ടു എന്നും പറഞ്ഞ് അവൾ എന്തൊക്കെ പുകില എൻ്റെ അടുത്ത് കാണിച്ചു കൂട്ടിയത്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, തൊടുക മാത്രമല്ല ഞാൻ അവളെ ചെയ്തത്. അവൻ പരിഹാസത്തോടു കൂടി അവൻ്റെ അച്ഛനെ നോക്കി പറഞ്ഞതും അയാൾ പുച്ഛത്തോടെ ചിരിച്ചു. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിയാതെ തന്നെ അവളുടെ ദേഹത്ത് തട്ടിയത്, ഇന്ന് അറിഞ്ഞുകൊണ്ടും. എന്നിട്ട് അത് അവനാണ് ചെയ്തതെന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചു. അത് അപ്പന് വേണ്ടിയാ, അപ്പൻ്റെ എതിരാളിയെ തകർക്കാൻ, അവൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ഡെന്നി എബ്രഹാം ഡാനിയൽ എന്ന കിരീടം വയ്ക്കാത്ത ബിസിനസ് രാജാവിൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ചുണക്കുട്ടി ശ്രീഭദ്ര. പക്ഷെ ഇന്ന് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ അവൻ്റെ സാമ്രാജ്യവും തകരാൻ പോകുന്നു. അവൻ്റെ മനസ്സിൽ കയറിയ പെണ്ണ് തന്നെ അവനെതിരെ സാക്ഷി പറയാനും പോകുന്നു. ഇതിലും കൂടുതൽ ഇനി നമുക്ക് എന്ത് വേണം? സേതു പറഞ്ഞത് ഹോട്ടൽ റൂമിൽ വെച്ച് ശ്രീഭദ്ര അവൻ്റെ മുഖത്ത് കൈവച്ചു എന്നാണ്. ബിസിനസ് ലോകത്തെ ചെകുത്താൻ അങ്ങനൊരു പെണ്ണിൻ്റെ അടിയും വാങ്ങി അവളുടെ മുൻപിൽ എതിർക്കാൻ വയ്യാതെ നിന്നു അത്രേ.
പരിഹാസത്തോടെ അയാൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. ശ്രീഭദ്ര, എല്ലാവരുടെയും ശ്രീ, എടുത്തുചാട്ടക്കാരി, ചുണക്കുട്ടി. പക്ഷെ അവളുടെ വീക്ക്നെസ് അതാണ് നേഹ സിംസൺ. അവളുടെ നേരെ ഓപ്പോസിറ്റ്, പാവം പൂച്ചപ്പെണ്ണ്. ഒരു കവള് കാണിച്ച മറുകവളും കാണിച്ചു കൊടുക്കുന്ന ഒരു തൊട്ടാവാടി. ആ തൊട്ടാവാടിയാണ് ഇന്നലെ രാത്രിയിൽ എൻ്റെ കൈകളിൽ കയറി ഇറങ്ങിയത്. ഒന്നും അറിയാതെ പാവം. ബോധം വന്നപ്പോൾ അവൾ ഡെന്നിയുടെ കൂടെ. അതും പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു. ശ്രീ, എനിക്ക് ദേഹമൊക്കെ വേദനിക്കുന്നടാ. തൻ്റെ അടുത്തിരിക്കുന്നവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദയനീയമായി അവൾ പറഞ്ഞതും ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തൻ്റെ സൈഡിലായിട്ട് സാരിത്തുമ്പ് വായിൽ തിരികെ കരച്ചിലടക്കാൻ പാടുപെടുന്ന സ്ത്രീയെ നോക്കി. നേഹയുടെ മമ്മി. ഒന്നുമില്ലടാ, കരയുണ്ടാട്ടോ, ഒന്നുമില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞ് പോലീസുകാർ മൊഴിയെടുക്കാൻ വരും. നീ ഉണ്ടായതെല്ലാം അവരോട് പറയണം കേട്ടോ, ശ്രീ അവളെ ഓർമ്മപ്പെടുത്തി. എന്തിനാ ശ്രീ? എനിക്ക് വയ്യടാ, എനിക്കൊന്നും അറിയില്ല. പിന്നെ എന്തിനാ എനിക്കൊന്നും ഓർമ്മ കൂടിയില്ലടാ. അവൾ ശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എങ്ങനെയാ നേഹ അയാളുടെ കൂടെ? അവൾ സംശയത്തോടെ ചോദിച്ചു. അത് കേട്ട് നേഹ തലേന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തു. അത് ഞാൻ വഴി നിൽക്കുമായിരുന്നു. അപ്പോഴാരോ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്. പിന്നെ ആരൊക്കെ ചേർന്നിൻ്റെ ബലമായി വണ്ടിക്കുള്ളിലേക്ക് കയറ്റിയ സമയത്ത് അവന്മാരിൽ ഒരാൾ പറയുന്നത് കേട്ടു, എന്നെ കിട്ടിയെന്ന് ഡെന്നി സാറിനോട് വിളിച്ചു പറഞ്ഞേക്കാൻ. ഞാൻ കിടന്ന് കുതിരയപ്പോൾ അവന്മാരെന്തോ എൻ്റെ മൂക്കിലേക്ക് വെച്ച് മണപ്പിച്ചു. പിന്നെ ബോധം വന്നപ്പോൾ അവൾ വിങ്ങിപ്പൊട്ടി. അതെല്ലാം കേട്ട് ശ്രീയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ശ്രീ, പക്ഷേ ഡെന്നി ചേട്ടൻ അങ്ങനെ എനിക്കറിയില്ല. നേഹ അവളെ നോക്കി പറഞ്ഞു. നീ ഇതൊക്കെ പോലീസുകാരോട് പറയണം. ഞാൻ നാളെ കോടതിയിൽ പോകും. ഞാൻ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അവന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ അവന് വാങ്ങിക്കൊടുക്കും. നിന്നെ വേദനിപ്പിച്ച ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല നേഹ. അവൾ നേഹയുടെ കയ്യിൽ പിടിച്ച് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ നേഹയുടെ മനസ്സിൽ അപ്പോഴും നൂറുകൂട്ടം സംശയങ്ങൾ തളം കെട്ടിക്കിടന്നു. പിറ്റേന്ന് ഡെന്നിയെ പോലീസ് ജീപ്പിൽ കോടതിയിലേക്ക് കൊണ്ടുവന്നതും അവനെ കാത്ത് സോബിയും ജോണും അവൻ്റെ മമ്മിയും ഡേവിയും ഡോണയും പിന്നെ അവൻ്റെ വക്കീലായ സാമും അവിടെ ഉണ്ടായിരുന്നു. അവൻ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും അവൻ്റെ മമ്മി സാരിത്തുമ്പ് വായിൽ തിരുകിക്കൊണ്ട് തൻ്റെ കരച്ചിലടക്കാൻ ശ്രമിച്ചു. ഡോണ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചാച്ച, അവൾ ഓടിച്ചെന്ന് അവനെ ഇറുക്കി പിടിച്ചു. ഷേ, എന്താ ഇത്? മാറി നിൽക്കപ്പെടേ. സേതു എന്ന പോലീസുകാരൻ ഡോണയെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഡോ, എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, കൊന്നുകളയാൻ ഞാൻ. ഡെന്നി അയാളുടെ നേരെ കൈ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞതും കോടതി മുറ്റത്തുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞു. അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവൻ്റെ ദേഷ്യത്തിൽ അയാൾ പോലും ഭയന്നുപോയി. ചാച്ച, ഡോൺ അവനെ വിളിച്ചു. അവൻ അവളെ നോക്കിയതും അവൾ വേണ്ടാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. മോള് മമ്മിയുടെ അടുത്തേക്ക് പോയി നിൽക്ക്, ചാച്ചൻ വരും, വിഷമിക്കണ്ട, കരയാതിരിക്കുക. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി. പിന്നെ അവൻ്റെ മമ്മിയെ മറ്റുള്ളവരെ ഒന്ന് നോക്കി. സാമിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അയാൾ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അത് കണ്ടുകൊണ്ട് അവൻ പോലീസുകാരോടൊപ്പം കോടതിയിലേക്ക് കയറി. കോടതിയിൽ അവന് വേണ്ടി സാമും നേഹയ്ക്ക് വേണ്ടി മറ്റൊരു വക്കീലും ഹാജരായി. നേഹയുടെ വക്കീൽ പറഞ്ഞ പ്രകാരം ശ്രീയെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവർ കോടതിയിലേക്ക് വിളിപ്പിച്ചു. അവൾ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് അവിടേക്ക് ചെന്ന് നിന്നു. ഡെന്നിയുടെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. അവൻ അവളെ കണ്ടതും ദേഷ്യത്തോടെ തൻ്റെ മുഷ്ടി ചുരുട്ടി. അവൾ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. സാം അവളുടെ അടുത്തേക്ക് നടന്നു. ശ്രീഭദ്രയല്ലേ? അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ. ശ്രീഭദ്രയല്ലേ തൻ്റെ കൂട്ടുകാരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത്? അയാൾ ചോദിച്ചു. അതെ, ഞാനാ പോലീസിൽ അറിയിച്ചത്, അവൾ ഉറപ്പോടെ പറഞ്ഞു. പീഡനം നടക്കുന്നത് ശ്രീഭദ്ര കണ്ടിരുന്നോ? അതായത് സംഭവം നടക്കുമ്പോൾ ശ്രീഭദ്ര അവരോടൊപ്പം ഉണ്ടായിരുന്നോ? അയാൾ ചോദിച്ചതും അവൾ സംശയത്തോടെ അയാളെ നോക്കി. ചോദ്യം മനസ്സിലായില്ലേ ശ്രീഭദ്ര? താൻ ഈ പറയുന്ന പീഡനം നടക്കുന്ന സമയം താൻ അവരോടൊപ്പം ഉണ്ടായിരുന്നോ? ആ കുട്ടിയെ താൻ പ്രതി എന്ന് പറയുന്ന ഇയാൾ ഉപദ്രവിക്കുന്നത് കണ്ടായിരുന്നോ? അയാൾ ഡെന്നിയെ ചൂണ്ടി അവളോട് ചോദിച്ചതും ശ്രീ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണിൽ തന്നെ ദഹിപ്പിക്കാൻ കണക്ക് അഗ്നിയുമായി നിൽക്കുന്ന അവനെ നോക്കാനാകാതെ അവൾ കണ്ണുകളെ അവനിൽ നിന്നും മാറ്റി. ഇല്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നു, അവൾ ഉത്തരം പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് താൻ ഇയാളാണത് ചെയ്തതെന്ന് പറയുന്നത്? അയാൾ വീണ്ടും ചോദിച്ചു. കേസ് വഴിതിരിച്ചു വിടാനാണ് പ്രതിഭാഗം വക്കീൽ ശ്രമിക്കുന്നത്. നേഹയുടെ വക്കീൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്ത് കേസ് വഴിതിരിച്ചു എന്നാ അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്നത്? ഞാൻ എൻ്റെ സംശയങ്ങളാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്. എല്ലാത്തിനും ഒരു വ്യക്തത വേണമല്ലോ, അതാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. അയാൾ പറഞ്ഞതും പിന്നെ ഒന്നും മിണ്ടാനാകാതെ മുകുന്ദൻ അവിടേക്ക് ഇരുന്നു. പറയ് ശ്രീഭദ്ര, താൻ എന്ത് വെച്ചിട്ടാണ് ഇതൊരു പീഡനമാണെന്ന് പറയുന്നത്? അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ലേ? അയാൾ വീണ്ടും ചോദിച്ചു. നോ, അല്ല, അങ്ങനെയല്ല. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഡെന്നിയെ നോക്കി. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ?
അവർ പരസ്പരം ഇഷ്ടത്തിലായിരുന്നു കാണും. അപ്പോൾ അവർ റൂം എടുത്ത് ഒരുമിച്ച് താമസിച്ചു കാണും. അങ്ങനെ ആയിക്കൂടെ? അയാൾ വീണ്ടും ചോദിച്ചു. അതെങ്ങനെ ശരിയാകും? ഈ പറയുന്ന പെൺകുട്ടി തട്ടിക്കൊണ്ടുപോയതാണ്, അതും പ്രതി പറഞ്ഞിട്ട്. പെൺകുട്ടിയുടെ മൊഴിയിൽ അങ്ങനെയുണ്ട്. അവരുടെ ഭാഗം വക്കീൽ പറഞ്ഞു. അതിന് തട്ടിക്കൊണ്ടുപോയ ശേഷം ആ പെൺകുട്ടി എൻ്റെ കക്ഷിയെ കണ്ടോ? ആ കുട്ടി മയങ്ങിപ്പോയെന്നല്ലേ പറയുന്നത്? പിന്നെ ആ കുട്ടിക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാനാകും അതെൻ്റെ കക്ഷിയാണ് ചെയ്തതെന്ന്? അയാൾ വീണ്ടും ചോദിച്ചു. അത് പിറ്റേന്ന് അവർ ഒന്നിച്ചായിരുന്നല്ലോ, ഒരേ മുറിയിൽ. അതുകൊണ്ട് എങ്ങനെ പറയാനാകും? ആ കുട്ടി മയങ്ങിപ്പോയതുപോലെ എൻ്റെ കക്ഷി മയങ്ങിപ്പോയിരുന്നു. പിന്നെ എങ്ങനെ അത് പോസിബിൾ ആകും? ആ കുട്ടി തന്നെ തൻ്റെ മൊഴി പറയുന്നു ആ കുട്ടിക്ക് ഒന്നും ഓർമ്മയില്ലെന്ന്, ആ കുട്ടിയൊന്നും അറിഞ്ഞില്ലെന്ന്. ബോധം പോകുന്നതിന് മുൻപും ബോധം വന്നപ്പോൾ ഉള്ളത് മാത്രമേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. ആ കുട്ടിക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം പിന്നെ എങ്ങനെ ഇയാൾ ചെയ്തു എന്ന് നിങ്ങൾ പറയും? നാം ചോദിച്ചതും ശ്രീയും അവരുടെ വക്കീലും ഒന്നും മിണ്ടാനാകാതെ നിന്നു. ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ. ഇതൊരു ചതിയാണ്. പേരുകേട്ട ഒരു ബിസിനസ്മാനാണ് ഡെന്നി എബ്രഹാം ഡാനിയൽ. അയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അതിൽ ആരെങ്കിലും ചെയ്ത തെറ്റിന് എൻ്റെ കക്ഷിയെ ശിക്ഷിക്കരുത്. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അയാൾ പറഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിലേക്കിരുന്നു. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജഡ്ജി ഡെന്നിയെ നോക്കി ചോദിച്ചു. എനിക്കും ഇതാണ് പറയാനുള്ളത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതൊക്കെ നടക്കുന്നത്. എനിക്കെതിരെ കേസ് കൊടുത്ത ശ്രീഭദ്ര എന്ന ഈ കുട്ടി കണ്ടെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ ഈ കുട്ടിയുടെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. എനിക്കൊരു പെങ്ങളുണ്ട്. എനിക്കങ്ങനെ ഒരു പെൺകുട്ടിയോട് ചെയ്യേണ്ട കാര്യമില്ല. ഞാനങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട് മാത്രമായിരിക്കും. അവൻ ശ്രീയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഇയാൾ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടു എന്നുള്ള ടെസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അത് ചെയ്തിട്ടുണ്ടോ? ജഡ്ജി ആ പോലീസുകാരനെ നോക്കി ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടില്ല, അയാൾ ഉത്തരം പറഞ്ഞു. പിന്നെ എന്തുറപ്പിലാ ഇത് ഇയാൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നത്? കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ക്ഷതപ്പാടുകൾ, പല്ലിൻ്റെ പാടുകൾ, അങ്ങനെയൊക്കെ ഇയാളുടേതുമായിട്ട് മാച്ചാണോ എന്ന് നിങ്ങൾ നോക്കിയോ? ജഡ്ജി വീണ്ടും ചോദിച്ചു. ഇല്ല, അയാൾ തല താഴ്ത്തി പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞത് ഇയാളാണത് ചെയ്തതെന്ന്? നിങ്ങൾ എവിടുന്നാ പോലീസാകാൻ പഠിച്ചത്? ഒരാളെ കോടതി ഹാജരാക്കുന്നതിന് മുൻപ് ഈ ടെസ്റ്റുകളൊക്കെ നടത്തണമെന്ന് നിങ്ങൾക്കറിയില്ലേ? അയാൾ ദേഷ്യത്തോട് ചോദിച്ചു. അത് അയാൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. കോടതിക്ക് വേണ്ടുന്നത് തെളിവുകളാണ്. ഈ കേസിൽ തെളിവുകളൊന്നും പ്രതിക്കെതിരെയില്ല. പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തന്നെ ഇതിൽ ഉറപ്പില്ലാത്ത പക്ഷം ഈ കേസ് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഓഫീസർമാരെ ഏൽപ്പിക്കുകയാണ്. എങ്ങനെ ഒരാളെ കോടതിയിൽ ഹാജരാക്കണമെന്ന് അറിയാത്ത പോലീസുകാരുണ്ടായാൽ പിന്നെ എന്ത് ചെയ്യാനാ? അയാൾ കൈമലർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞതും കോടതിയിൽ എല്ലാവരും ചിരിച്ചു. അയാൾ നാണക്കേടാൽ തൻ്റെ തല താഴ്ത്തി. കുറ്റം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഡെന്നി എബ്രഹാം ഡാനിയലിനെ ഈ പറയുന്ന മെഡിക്കൽ ചെക്കപ്പ് നടത്തി ആ ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്നത് വരെ ഈ നാട് വിട്ടു പോകാൻ കഴിയില്ല എന്നതിൻ്റെയും എപ്പോൾ വിളിച്ചാലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരാകണമെന്നുള്ള നിബന്ധനയിലും ഈ കോടതിയിൽ നിന്നും ജാമ്യം അനുവദിക്കുന്നു. ജഡ്ജി പറഞ്ഞതും ഡെന്നി പുച്ഛത്തോടെ ശ്രീയെ നോക്കി. അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി. യുവർ ഓണർ, അത് പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ആളാണ്. ശ്രീയുടെ ഭാഗത്തു നിന്നുള്ള വക്കീൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് പ്രതിയാണോ? അല്ലല്ലോ, നിബന്ധനകൾ വെച്ചിട്ടില്ലേ? പ്രതിയാകട്ടെ, എന്നിട്ട് നോക്കാം. ആ ജഡ്ജി പറഞ്ഞതും ഡെന്നി പുച്ഛത്തോടെ അയാളെ നോക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് തൻ്റെ വീട്ടുകാരെയും. അവരെല്ലാവരും സന്തോഷത്തോടെ അവനെ നോക്കി ചിരിച്ചു. അവരെല്ലാവരും പുറത്തേക്കിറങ്ങിയതും ഡോണ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ചാച്ച, ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ചാച്ച. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ചാച്ചൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എൻ്റെ മോക്ക് അറിയില്ലേ? പിന്നെന്തിനാ വിഷമിക്കുന്നത്? അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു. മമ്മി, അവൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചതും അവർ നിറകണ്ണുകളോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊട്ടിക്കരഞ്ഞു. കരയാതെ മമ്മി, ദേ സത്യം എന്നായാലും പുറത്തു വരില്ലേ, കരയാതെ. ഡേവി, നീ ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഡെന്നി ഡേവിയെ പറഞ്ഞുകൊണ്ട് നോക്കി. നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഡേവി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വരുന്നുണ്ട്. അതിനു മുൻപ് എനിക്ക് ചിലരെ കാണാനുണ്ട്. നീ ഇവരെ കൊണ്ടുപോയിക്കോ, ഞാൻ വൈകിട്ട് എത്തിക്കോളാം. അവൻ പറഞ്ഞതും ഡേവി തലയാട്ടി. പിന്നെ അവരെയും കൊണ്ട് കാറിലേക്ക് കയറി. ചാച്ച, പെട്ടെന്ന് വരണേ. അവൾ കാറിലിരുന്നു കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. ഞാൻ വരും. അവൻ ഉറപ്പോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. അവർ കോടതിയിൽ നിന്നും പോയതും ഡെന്നി ജോണിൻ്റെ സോബിയുടെ നേരെ തിരിഞ്ഞു. എന്താ ഡെന്നി? സോബി സംശയത്തോടെ ചോദിച്ചു. എനിക്ക് ഭദ്രയെ കാണണം. അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു. ഡെന്നി, ദേ. ജോൺ അവൻ്റെ സൈഡിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും റോഡിൽ നിന്നും ഒരു ഓട്ടോയിലേക്ക് കയറുന്ന സ്ത്രീയെയാണ് കണ്ടത്. അവൾ ഓട്ടോയിലേക്ക് കയറിയിരുന്നതും അയാൾ ഓട്ടോ മുൻപോട്ടെടുത്തതും പിന്നെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അവൾ സംശയത്തോടെ മുൻപിലേക്ക് നോക്കിയതും തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന ഡെന്നിയാണ് കണ്ടത്.